രേണു സുധിക്ക് ഇഷ്ടപ്പെട്ട മദ്യത്തിന്റെ ബ്രാൻഡ് ഇതാണ്. എപ്പോഴും കുടിക്കാറൊന്നുമില്ല. രേണു തന്നെ പറയുന്നു, സുധിയേട്ടൻ മരിക്കും മുന്നേ ചെറുതായി തുടങ്ങി. സ്ത്രീകൾക്ക് മദ്യം കഴിക്കുന്നതൊന്നും ഒരു വിഷയമല്ലാത്ത കാലമാണ്. രക്ഷപ്പെട്ടു വരുന്ന ഒരാളെ താറടിക്കാൻ കിട്ടുന്ന അവസരം ആരും പാഴാക്കാറുമില്ല. വിമർശിക്കുന്നവർ രേണു സുധിയെ കയ്യടിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഇതാ പുതിയൊരു വിവാദം വന്നിട്ടുണ്ട്. രേണു ഒരു തികഞ്ഞ മദ്യപാനിയാണെന്നതാണ് പ്രശ്നം. രേണു ചേച്ചി തികഞ്ഞൊരു മദ്യപാനിയാണെന്നാണ് പറയുന്നത്. ദുബായിൽ ആദ്യമായി പോയപ്പോഴും ഇങ്ങനെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. മദ്യപിച്ച് രേണു സുധി വഴിയിൽ കിടന്നു. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ആ വാർത്ത. അങ്ങനെ വല്ലതും സംഭവിച്ചോ എന്നായിരുന്നു ചോദ്യം. ഇല്ല, അടുത്തിടെ മദ്യപിക്കുമോ എന്ന് ചോദിച്ചതിന് വല്ലപ്പോഴും കഴിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴൊന്നുമല്ല, സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും അങ്ങനെ തന്നെ. ക്രിസ്മസ് പോലുള്ള പരിപാടികൾക്ക് മാത്രം. എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് മാജിക് മൊമെന്റ് ആണെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഒരാൾ തികഞ്ഞ മദ്യപാനി ആകുമോ? എനിക്കറിയില്ല. ആ കമന്റ് എടുത്തിട്ട് കുറെ വ്ളോഗർമാർ അലക്കുവാണ്. ഞാൻ നിരന്തര മദ്യപാനിയല്ല, അതിന്റെ ആവശ്യവും എനിക്കില്ല. റീച്ചിന് വേണ്ടി എന്തും പറയും എന്ന അവസ്ഥയാണ്. ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു കയ്യടിച്ചാൽ ശബ്ദമുണ്ടാവില്ല, 2 കയ്യടിച്ചാലല്ലേ സൗണ്ട് ഉണ്ടാകൂ. പിന്നെയും പിന്നെയും റീച്ച് കിട്ടുന്നത്. മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡറായി രേണു സുധിയെ എടുക്കുന്നുവെന്ന് ഒരു തമ്മിലൈൻ കണ്ടു. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സന്തോഷമേയുള്ളൂ. അത്രയും വലിയ കമ്പനിയുടെ അംബാസിഡറായിട്ട് എടുത്താൽ ആർക്കാ സന്തോഷം ഇല്ലാതിരിക്കുക? ഞാൻ മദ്യപാനി അല്ലെന്ന് എന്നെ അടുത്തറിയാവുന്നവർക്ക് അറിയാം. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പലരും പലതും പറയുമെന്നും രേണു സുധി കൂട്ടിച്ചേർക്കുന്നു. അതെ, നിങ്ങൾ മുന്നോട്ട് പോവുക, വിവാദങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.